അസിസ്റ്റന്റ് മാനേജറിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ കേരള PSC വഴി വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഏകദേശം തീരാനായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാവുന്നതാണ്. 30/4/2026 കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 3/6/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം 3-ാം തീയതിയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് വളരെ പെട്ടെന്ന് തന്നെ താല്പര്യമുള്ള യോഗ്യതകൾ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. PSCന്റെ വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. 19/2026 എന്ന കാറ്റഗറി നമ്പറിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യത ഉള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും PSCന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. സോ വൺ ടൈം രജിസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കണം. അതിൽ ലോഗിൻ ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കാണ് കേട്ടോ പുതിയൊരു അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റാണ്. 55,200 മുതൽ 1,15,300 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. നിലവിലൊരു വേക്കൻസി മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നിലവിലുള്ള വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട. കേരള PSC ആണ്, മേ ബി കൂടാ. അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സോ എല്ലാവർക്കും തന്നെ യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാം. 18 to 40 വയസ്സ് വരെ അപേക്ഷിക്കാം. 40 എന്ന് പറയുമ്പോൾ SC ST ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് 45 വയസ്സ് വരെ 5 വർഷത്തെ ഇളവ് ലഭിക്കും. അതുപോലെ തന്നെ OBC ആകുന്ന സമയത്ത് 43 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും. എനിവേ 2/1/1986 1/1/2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. SC STക്ക് 5 OBCക്ക് 3 വർഷത്തെ പ്രായത്തിലിളവ് നൽകപ്പെടുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ഓൾസോ MBA ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, PGDCA ഒബ്റ്റൈൻഡ് ഫ്രം യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ദെൻ ഓൾസോ 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഇനി പബ്ലിക് സെക്ടർ ചോദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ഫേമിന്നോ എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. സൂപ്പർവൈസറി കാഡർ ആൻഡ് ദി സെയിം ഷാൽ ബി ഒബ്റ്റൈൻഡ് ആഫ്റ്റർ അക്വയറിംഗ് MBAക്ക് ശേഷം എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഈ യോഗ്യതകൾ ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബാക്കിയുള്ള അപ്ഡേറ്റും ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.